അർജുൻ്റെ കയ്യിൽ നിന്ന് കാറിൻ്റെ കീ വാങ്ങിയതും യുവ ഒന്നും പറയാതെ താഴേക്ക് നടന്നു. അവിയുടെ പനി ഓർത്തതു മുതൽ അവളെ ഒന്ന് കാണണമെന്ന ആഗ്രഹം അവൻ്റെ മനസ്സിൽ പിടിമുറുക്കിയിരുന്നു. എങ്ങനെയെങ്കിലും അവളുടെ അടുത്തെത്തണം എന്ന ചിന്ത മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. താഴേക്ക് എത്തിയതും മുന്നിൽ നിന്ന് വിക്രം വരുന്നത് കണ്ടു. യുവയുടെ ചുവടുകൾ ഒരു നിമിഷം പതുക്കെയായി. വിക്രം അവനെ ശ്രദ്ധിച്ചിരുന്നു. യുവ, നീ എങ്ങോട്ടാ? യുവയുടെ കയ്യിലിരിക്കുന്ന കാറിൻ്റെ കീ ശ്രദ്ധിച്ചുകൊണ്ടാണ് വിക്രം ചോദിച്ചത്. സാർ, എനിക്ക് ഒന്ന് ടൗൺ വരെ പോവാനുണ്ടായിരുന്നു. ടൗണിലേക്കോ? വിക്രം പുരികം ചുളിച്ചു. നിനക്ക് വയ്യെന്ന് അർജുൻ പറഞ്ഞല്ലോ. യുവ ഉടൻ തന്നെ ചിരിച്ചു. ഇല്ല സാർ, ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്നലെ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഓക്കെയാണ്. അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയ ശേഷം വിക്രം പറഞ്ഞു. ആണോ? അതെ സാർ. വിക്രം ഒരു നിമിഷം ആലോചിച്ചു. എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് പോവാം. യുവയുടെ ഉള്ളിൽ എന്തോ ഒന്ന് പെട്ടെന്ന് തെളിഞ്ഞു. ഒരുമിച്ചോ? വിക്രം സ്വാഭാവികമായി പറഞ്ഞു. എനിക്ക് അവയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് പോകാനുണ്ട്. അവൾക്ക് നല്ല പനിയാ. ഡോക്ടറെ ഒന്ന് കാണിക്കണം. അത് കേട്ടതും യുവ തൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന സന്തോഷം മുഖത്ത് തെളിയാതിരിക്കാൻ അവൻ നന്നായി ശ്രമിച്ചു. അവൻ തേടിയിരുന്ന അവസരം അത്ര പെട്ടെന്ന് തന്നെ മുന്നിലെത്തിയിരുന്നു. ശരി സാർ, എന്നാൽ നമുക്ക് പോവാം. എന്നാ വാ. വിക്രം മുന്നോട്ട് നടന്നു. യുവാവിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ചുണ്ടിൻ്റെ കോണിൽ അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അർജുൻ മുകളിൽ നിന്ന് ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. യുവയെ നോക്കി അവൻ പതിയെ തല കുലുക്കി. അവയെയും കൂട്ടി വിക്രം പുറത്തേക്ക് വന്നു. അവളെ കണ്ടത് യുവയുടെ മുഖത്തെ പുഞ്ചിരി പതിയെ മാഞ്ഞു. ഇന്നലെ വരെ ഇത്രയും സംസാരിച്ചിരുന്ന പെണ്ണ ഇന്ന് ഇത്ര തളർന്നിരിക്കുന്നത്. ഇന്നലെ കണ്ടിരുന്ന ആ പ്രസന്നമായ മുഖമല്ല, മുടി അലസമായി കെട്ടിയിരിക്കുന്നു. മുഖത്ത് ക്ഷീണം, കണ്ണുകളിൽ പനിയുടെ തളർച്ച. വിക്രം ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും അവൾ യുവയെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. കാർ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ഡ്രൈവിംഗ് സീറ്റിൽ യുവയായിരുന്നു. വിക്രം മുന്നിലെ സീറ്റിലും പിന്നിലെ സീറ്റിൽ അവി. കാറിൽ കയറിയത് മുതൽ യുവയുടെ ശ്രദ്ധ ഇടയ്ക്കിടെ റിയർ വ്യൂ മിററിലേക്കായിരുന്നു. അതിൽ അവയുടെ മുഖം തെളിഞ്ഞു. ക്ഷീണിച്ച് സീറ്റിലേക്ക് ചാരിയിരിക്കുകയായിരുന്നു അവൾ. കണ്ണുകൾ പാതി അടഞ്ഞിരുന്നു. ഇന്നലെ അവൾ തന്നോട് പറഞ്ഞതെല്ലാം ഓർമ്മ വന്നു. എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ്. അവൻ്റെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി തെളിഞ്ഞു. അവിയോ അപ്പോഴാണ് യുവയെ മിററിൽ കൂടി ശ്രദ്ധിച്ചത്. അവളുടെ കണ്ണുകൾ ഒരു നിമിഷം അവൻ്റെ കണ്ണുകളുമായി കൂട്ടിമുട്ടി. യുവ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി റോഡിലേക്ക് ശ്രദ്ധിച്ചു. അവയുടെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അവ വീണ്ടും സീറ്റിലേക്ക് ചാരിയിരുന്നു. പക്ഷെ അവളുടെ മുഖത്ത് ആ ചെറിയ പുഞ്ചിരി മാറിയിരുന്നില്ല. കുറച്ചു നേരം നിശബ്ദത മാത്രം. വിക്രം ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. യുവയാകട്ടെ ഇടയ്ക്കിടെ അവളെ മിററിൽ കൂടി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയ വിക്രം കാറിൽ നിന്നിറങ്ങി പിന്നിലെ ഡോർ തുറന്നു. മോളെ, പതുക്കെ ഇറങ്ങ്. പനിയുടെ തളർച്ചയിൽ അവയ്ക്ക് സ്വയം എഴുന്നേൽക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. അവൾ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചതും വിക്രം അവളെ താങ്ങി പിടിച്ചു. ശ്രദ്ധിച്ച്. അവയുടെ ഒരു കൈ വിക്രത്തിൻ്റെ തോളിൽ മുറുകെ പിടിച്ചു. മറുവശത്ത് നിന്നുകൊണ്ട് യുവ അവളെ നോക്കി. അവൾക്ക് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവയുടെ ഓരോ ചുവടും അവൻ്റെ കണ്ണുകൾ പിന്തുടർന്നു. തൻ്റെ സ്വന്തമായിരുന്നേ, താൻ എടുത്തു നടന്നേനെ അവൻ ചിന്തിച്ചു. ഡോക്ടറുടെ മുന്നിലെത്തിയതും വിക്രം അവയെ കസേരയിലിരുത്തി. ഡോക്ടർ അവളുടെ നെറ്റിയിൽ കൈവച്ചു നോക്കി. പിന്നീട് താപനില പരിശോധിക്കുകയും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. എപ്പോൾ തുടങ്ങിയതാ പനി? ഇന്നലെ രാത്രി മുതൽ നല്ല പനിയുണ്ട് ഡോക്ടർ. വിക്രമാണ് മറുപടി പറഞ്ഞത്. ഡോക്ടർ അവയെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ യുവ മുറിക്ക് വെളിയിൽ നിന്നു. അവൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നറിയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അടുത്തേക്ക് ചെല്ലാനും കഴിയുന്നില്ല. കാഴ്ചക്കാരനെ പോലെ മാത്രം നോക്കി നിൽക്കേണ്ടി വന്നതിൻ്റെ അസ്വസ്ഥത അവൻ്റെ മുഖത്ത് വ്യക്തമായിരുന്നു. പരിശോധന കഴിഞ്ഞതും ഡോക്ടർ ചില മരുന്നുകൾ എഴുതി കൊടുത്തു. പനി കുറയാത്തതുകൊണ്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാം. കുറച്ചു നേരം ഡ്രിപ്പ് ഇടുന്നതും നല്ലതാ. ശരി ഡോക്ടർ, വിക്രം സമ്മതിച്ചു. അവയെ ഡ്രിപ്പ് റൂമിലേക്ക് കൊണ്ടുപോയി ബെഡിൽ കിടത്തി. നഴ്സ് മരുന്നുകളും ഡ്രിപ്പും തയ്യാറാക്കുന്നതിനിടെയാണ് വിക്രത്തിൻ്റെ ഫോൺ ശബ്ദിച്ചത്. സ്ക്രീനിലേക്ക് നോക്കിയതും അയാൾ അല്പം അസ്വസ്ഥനായി. ഹലോ. ഫോണുമായി കുറച്ച് മാറി നിന്ന് സംസാരിച്ച വിക്രം യുവയെ നോക്കി. യുവ, ഞാനൊന്ന് പുറത്തേക്ക് പോയി വരാം. നീ ഇവിടെ അവയുടെ കൂടെ ഉണ്ടാവണം. യുവയൊന്ന് ഞെട്ടി. സാർ, ഞാനോ? ഞാനിപ്പോൾ വരാം. നീ ഇവിടെ ഉണ്ടല്ലോ. ശരി സാർ. വിക്രം പുറത്തേക്ക് പോയി. അത് കണ്ടതും അവയുടെ കണ്ണുകൾ യുവയിലേക്ക് തിരിഞ്ഞു.
അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു. അവൾ യുവയെ ഒന്ന് നോക്കി. പിന്നെ ഒന്നും പറയാതെ നഴ്സിൻ്റെ കയ്യിലുള്ള ഇഞ്ചക്ഷനിലേക്ക് നോക്കി. അവളുടെ മുഖത്തെ ഭയം കണ്ടതും യുവയുടെ പുരികങ്ങൾ ചുളിഞ്ഞു. അവിക, എന്താ? എനിക്ക് എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാ യുവി, അവൾ കുട്ടിയെ പോലെ പറഞ്ഞു. യുവയുടെ ചുണ്ടിൽ നേരത്തെ ഒരു പുഞ്ചിരി തെളിഞ്ഞു. ഇന്നലെ അവൾ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ തെളിഞ്ഞു. യുവി, നിനക്ക് ഇഞ്ചക്ഷൻ പേടിയാണെങ്കിലേ നീ എന്നെ മുറുക്കി പിടിച്ചോ. എനിക്ക് ഭയങ്കര ധൈര്യ. ഇതാണോ നീ പറഞ്ഞ ധൈര്യം? ഒന്നും ഉണ്ടാവില്ല, ഒന്ന് കണ്ണടച്ചാൽ മതി. ഇല്ല യുവി, എനിക്ക് പേടിയാ. നേഴ്സ് അവളുടെ കൈ പിടിച്ച് ഇഞ്ചക്ഷൻ കൊടുക്കാൻ തയ്യാറായതും അവ കണ്ണുകൾ മുറുക്കിയടച്ചു. അടുത്ത നിമിഷം അവളുടെ വിരലുകൾ യുവയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. യുവി, അവൻ അവളെ നോക്കി. ഞാൻ ഇവിടെ തന്നെയുണ്ട്. പക്ഷെ സൂചി കൈയിലേക്ക് അടുക്കുന്നത് കണ്ടതും അവയുടെ ഭയം വീണ്ടും വർദ്ധിച്ചു. അറിയാതെ തന്നെ അവൾ എഴുന്നേറ്റ് യുവയെ മുറുകെ കെട്ടിപ്പിടിച്ചു. ഒരു നിമിഷം യുവ അനങ്ങാതെ നിന്നു. അവളുടെ വിറയുന്ന ശരീരം അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു. അവളുടെ മുഖം അവൻ്റെ നെഞ്ചിൽ അമർന്നു. എനിക്ക് പേടിയാ. അവളുടെ ശബ്ദം അവൻ്റെ നെഞ്ചിൽ തട്ടി പുറത്തു വന്നു. യുവയുടെ മുഖത്തെ പുഞ്ചിരി പതിയെ മാഞ്ഞു. അവളുടെ ഭയം മാറണം എന്നൊരു ചിന്ത മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. അവൻ പതുക്കെ അവളുടെ തോളിൽ കൈവച്ചു. പേടിക്കണ്ട, ഞാനുണ്ടല്ലോ. അവൻ്റെ ശബ്ദത്തിൽ ഉറപ്പ് കേട്ടതും അവ കണ്ണുകൾ അടച്ചു. നേഴ്സ് ആ അവസരം മുതലെടുത്ത് വേഗത്തിൽ ഇഞ്ചക്ഷൻ നൽകിയതും അവൾ അവൻ്റെ നെഞ്ചിൽ അമർത്തിക്കടിച്ചു. ആ! യുവ അറിയാതെ ഒന്ന് ഞെട്ടിപ്പോയി. അവൾ ഉടൻ തന്നെ മുഖമുയർത്തി അവനെ നോക്കി. സോറി, ഞാൻ അറിയാതെ. അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും പേടിയുണ്ടായിരുന്നു. യുവ നെഞ്ചിൽ കൈവച്ച് അവളെ നോക്കി. വിക്രം വന്നാലോ എന്ന് കരുതി യുവ അവളെ തൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി. അപ്പോഴേക്കും നേഴ്സ് ഡ്രിപ്പിടാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി അവയുടെ കൈ പതുക്കെ പിടിച്ചു. കൈയൊന്ന് നേരെ വെച്ചോളൂ. അവ പേടിയോടെ കണ്ണുകൾ അടച്ചു. അപ്പോഴേക്കും വാതിൽ തുറന്ന് വിക്രം അകത്തേക്ക് വന്നു. അവയുടെ അരികിൽ നിന്നിരുന്ന യുവയെ കണ്ടതും അയാൾ അവൻ്റെ അടുത്തേക്ക് വന്നു. ഡ്രിപ്പ് തുടങ്ങിയോ? അയാൾ ചോദിച്ചു. ഇപ്പോൾ ഇടാൻ പോകുന്നതേ ഉള്ളൂ സർ. യുവ മറുപടി പറഞ്ഞതും വിക്രം ഒന്ന് തലയാട്ടി. പിന്നെ എന്തോ ഓർത്തതുപോലെ അയാൾ യുവയെ നോക്കി. യുവ, ആ സാർ, നീ ഒന്ന് എൻ്റെ ഓഫീസിലേക്ക് പോയിട്ട് വരണം. യുവയുടെ പുരികം ചെറുതായി ചുളിഞ്ഞു. വിക്രം അല്പം അടുത്തേക്ക് വന്നു. എൻ്റെ ഓഫീസിനോട് ചേർന്നുള്ള ഒരു പ്രത്യേക റൂമുണ്ട്. അവിടെ ഒരു കറുത്ത ഫയൽ കാണും. ഇതാണ് കീ. അവിടെ പോയി ആ ഫയൽ എടുത്ത് വിഷയെ ഏൽപ്പിക്കണം. യുവയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞു പോയി. പ്രത്യേക മുറി. ഇത്രയും നാളായി വിക്രമിൻ്റെ ഓഫീസിൽ പലതവണ പോയിട്ടുണ്ടെങ്കിലും ആ മുറിക്കുള്ളിലേക്ക് കയറാൻ ഒരിക്കൽ പോലും അവസരം ലഭിച്ചിരുന്നില്ല. ഇതാണ് പറ്റിയ അവസരം. വിക്രം പറഞ്ഞതും യുവയുടെ കണ്ണുകൾ ഒരു നിമിഷം അവയുടെ മേൽ പതിഞ്ഞു. അവൾ ബെഡിൽ കിടക്കുകയായിരുന്നു. നഴ്സ് ഡ്രിപ്പിടാനുള്ള സൂചി കയ്യിൽ കുത്താൻ തയ്യാറെടുക്കുന്നു. അവയുടെ കണ്ണുകൾ വീണ്ടും അവനിലായിരുന്നു. യുവയുടെ ഉള്ളിൽ എന്തോ ഒന്ന് പിടഞ്ഞു. ഇപ്പോൾ പോകണോ? അവളെ ഇങ്ങനെ പനിയെ കിടത്തി വിട്ടിട്ട്? അവളുടെ പേടിയും തളർച്ചയും കണ്ടിട്ട് പോകാൻ മനസ്സ് സമ്മതിച്ചില്ല. പക്ഷെ അതേ നിമിഷം മറ്റൊരു ചിന്ത അവൻ്റെ മനസ്സിൽ ഉയർന്നു. വിക്രമിൻ്റെ പ്രത്യേക മുറി, അവിടെ എന്തൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അവിടെ തൻ്റെ കേസിന് ആവശ്യമായ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. മുംബൈ ക്രൈംബ്രാഞ്ചിൽ നിന്ന് കഴിഞ്ഞ ദിവസം ലഭിച്ച ഉത്തരവ് വീണ്ടും അവൻ്റെ മനസ്സിൽ മുഴങ്ങി. വിക്രമിനെതിരെ ശക്തമായ തെളിവുകൾ ശേഖരിച്ച് കേസ് ഉടൻ ക്ലോസ് ചെയ്യണം. വിക്രമിൻ്റെ ഓരോ നീക്കവും നിരീക്ഷിക്കാനാണ് താൻ വിക്രമിൻ്റെ വിശ്വാസം നേടിയെടുത്തത്. ഇപ്പോൾ ആ വിശ്വാസം തന്നെയാണ് തനിക്ക് ആ മുറിയുടെ വാതിൽ തുറന്നു തരുന്നത്. യുവ പതുക്കെ ശ്വാസമെടുത്തു. ശരി സാർ, ഞാൻ പോയിട്ട് വരാം. വിക്രം തലയാട്ടി. യുവ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. 2 അടി മുന്നോട്ട് പോയതും വീണ്ടും തിരിഞ്ഞു നോക്കി. അവനെ തന്നെ നോക്കുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ ചെറിയൊരു പരിഭവം. എത്ര പെട്ടെന്ന് പോവുകയാണോ? യുവയുടെ ചുണ്ടിൽ നേരത്തെ ഒരു പുഞ്ചിരി തെളിഞ്ഞു. പെട്ടെന്ന് വരാം, അവൻ കണ്ണുകൾ കൊണ്ട് മറുപടി പറഞ്ഞു. മുന്നോട്ട് നടന്നു. ഹോസ്പിറ്റലിൻ്റെ കോറിഡോറിലെത്തിയതും യുവയുടെ മുഖത്തെ മൃദുത്വം മാറി. ഇപ്പോൾ അവൻ അവികയുടെ യുവിയല്ല, ക്രൈംബ്രാഞ്ച് ഓഫീസർ യുവാൻ ദേവ്, വിക്രമിനെതിരെ തെളിവുകൾ ശേഖരിക്കേണ്ട ഉദ്യോഗസ്ഥൻ. പക്ഷെ മനസ്സിൻ്റെ ഒരു കോണിൽ ഇപ്പോഴും
അവയുടെ മുഖമായിരുന്നു. ജോലിയും അവയോടുള്ള ഇഷ്ടവും തമ്മിൽ യുവയുടെ മനസ്സ് രണ്ടായി പിളർന്നു പോകുന്നത് പോലെ തോന്നി. ജോലിക്ക് മുൻപിൽ വികാരങ്ങൾക്ക് സ്ഥാനമില്ല. സ്വയം ഓർമ്മിച്ച് യുവ മുന്നോട്ട് നടന്നു. വിക്രമിൻ്റെ ഓഫീസിലെത്തിയതും യുവ ആദ്യം ചുറ്റും നോക്കി. പകൽ സമയമായിരുന്നെങ്കിലും ഓഫീസിൽ അന്തരീക്ഷം പതിവിലധികം നിശബ്ദമായിരുന്നു. അവൻ നേരെ വിക്രം പറഞ്ഞ പ്രത്യേക മുറിയുടെ മുന്നിലെത്തി. വാതിൽ തുറന്നപ്പോൾ യുവ ഒരു നിമിഷം അകത്തേക്ക് നോക്കി. വലിയൊരു മുറിയായിരുന്നു. പുറമേ നോക്കുമ്പോൾ സാധാരണ സ്റ്റോറേജ് റൂം പോലെ തോന്നിച്ചുവെങ്കിലും അവിടെ സൂക്ഷിച്ചിരുന്ന ഫയലുകളുടെയും ലോക്കറുകളുടെയും ക്രമം യുവയുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. അവൻ പതുക്കെ അകത്തേക്ക് കയറി കയ്യിലുണ്ടായിരുന്ന ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്തു. ആദ്യം മുറിയുടെ ഒരു വീഡിയോ എടുത്തു. പിന്നെ ഫയലുകളുടെ പേരുകൾ, ലോക്കറുകൾ, ഡ്രോയറുകൾ, മേശപ്പുറത്തിരുന്ന രേഖകൾ എല്ലാം സൂക്ഷ്മമായി ക്യാമറയിൽ പകർത്തി. പെട്ടെന്നാണ് ഒരു ഫയലിലെ പേര് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. MK ഷിപ്പിംഗ് പ്രൈവറ്റ്. യുവയുടെ കണ്ണുകൾ ചുരുങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് താൻ അന്വേഷിച്ചിരുന്ന ഒരു കമ്പനിയുടെ പേര്. വിക്രമിൻ്റെ ബിസിനസ് ശൃംഖലയുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ചിരുന്ന കമ്പനി. അവൻ ഫയൽ പതുക്കെ തുറന്നു. അകത്തുണ്ടായിരുന്ന ചില രേഖകളുടെ ചിത്രങ്ങളെടുത്തു. അക്കൗണ്ട് നമ്പറുകൾ, ഷിപ്മെൻറ്റ് രേഖകൾ, ചില പേരുകൾ, തീയതികൾ, തുകകൾ. ഇവയുടെ കണ്ണുകളിൽ ആവേശം തെളിഞ്ഞു. ഇതുവരെ വെറും സംശയമായിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഒരു ബന്ധം കിട്ടിത്തുടങ്ങുകയായിരുന്നു. അവൻ ഓരോ പേജും ശ്രദ്ധയോടെ വീഡിയോയിൽ പകർത്തി. പെട്ടെന്നാണ് മറ്റൊരു രേഖയിൽ അവൻ്റെ കണ്ണുകൾ പതിഞ്ഞത്. വിക്രമിൻ്റെ വിശ്വസ്തരായ ആളുകളുടെ പേരുകൾ, അവരുടെ ഫോൺ നമ്പറുകൾ, കൂടാതെ ചില രഹസ്യ കൂടിക്കാഴ്ചകളുടെ തീയതികളും സ്ഥലങ്ങളും. യുവയുടെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. ഫയലിലെ ഓരോ പേജും മൊബൈൽ ക്യാമറയിൽ പകർത്തിയ ശേഷം യുവ ഫയൽ പഴയതുപോലെ വെച്ചു. എന്നാൽ പോകുന്നതിന് മുൻപ് അവൻ്റെ കണ്ണുകൾ മുറിയുടെ മറ്റൊരു മൂലയിലുള്ള ചെറിയ ലോക്കറിൽ പതിഞ്ഞു. അവൻ അതിനരികിലേക്ക് നടന്നു. തുറക്കാൻ ശ്രമിച്ചില്ല. അത് ചെയ്താൽ സംശയം തോന്നാം. പകരം ലോക്കറിൻ്റെ നമ്പരും രൂപവും മാത്രം ക്യാമറയിൽ പകർത്തി. പിന്നെ ഫോൺ പോക്കറ്റിലിട്ടു. അവൻ കയ്യിലെ ഫയലുമായി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഓഫീസിൻ്റെ പുറത്തേക്ക് വിശ്വ എത്തിയിരുന്നു. ഫയൽ കിട്ടിയോ? യുവ ആ ഫയൽ വിശ്വയുടെ കയ്യിൽ നൽകി. വിശ്വ ഫയൽ വാങ്ങി. യുവ അവിടെ നിന്ന് പതുക്കെ മാറി. കാറിനരികിലെത്തിയതും ഫോൺ പുറത്തെടുത്തു. താൻ എടുത്ത വീഡിയോകൾ വീണ്ടും പരിശോധിച്ചു. ഒന്നും നഷ്ടപ്പെട്ടില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം അവൻ ഫോൺ ലോക്ക് ചെയ്തു. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. സ്ക്രീനിൽ വിക്രം. യുവയുടൻ കോൾ എടുത്തു. ഹലോ സാർ. ഹലോ യുവ. ഫയൽ വിശ്വയുടെ കയ്യിൽ കൊടുത്തു സാർ. ശരി. ഒരു നിമിഷം നിശബ്ദത. പിന്നെ വിക്രം പറഞ്ഞു, ഇനി നീ ഹോസ്പിറ്റലിലേക്ക് വരണ്ട യുവ. യുവയുടെ മുഖം പെട്ടെന്ന് മാറി. സാർ, യുവ ഇവിടെ ആദ്യമുണ്ട്. ഞങ്ങൾ അവൻ്റെ കൂടെ വന്നോളാം. യുവയ്ക്കൊന്നും പറയാനായില്ല. പിന്നെ യുവ, എനിക്ക് ഇന്ന് അങ്ങോട്ട് വരാൻ പറ്റില്ല. ഇന്നത്തെ ദിവസം തൻ്റെ ഒരു ശ്രദ്ധ അവിടെ വേണം. ശരി സാർ. അത്രയും പറഞ്ഞ് യുവ കോൾ അവസാനിപ്പിച്ചു. ഫോൺ പതുക്കെ താഴ്ത്തുമ്പോൾ യുവയുടെ മനസ്സിൽ നേരിയ നിരാശ പടർന്നു. അവളെ വീണ്ടും ഒന്ന് കാണണമെന്നായിരുന്നു അവൻ കരുതിയത്. പക്ഷേ ആ അവസരവും പോയി. രാത്രിയിലാണ് യുവ ബംഗ്ലാവിലേക്ക് തിരിച്ചെത്തിയത്. വീട് പതിവ് പോലെ ശാന്തമായിരുന്നു. വിക്രം അപ്പോഴേക്കും അവയുമായി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തിയിരുന്നു. വിക്രമിനെ കണ്ട ഓഫീസ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് യുവ അവയെ കാണാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ അവസരം ലഭിച്ചില്ല. അവൻ ഔട്ട് ഹൗസിലേക്ക് തിരിച്ചു പോകുന്നതിനിടെയാണ് ഫോൺ റിങ് ചെയ്തത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും അവൻ്റെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. എൻ്റെ പെണ്ണ്. ഹലോ യുവി. അവളുടെ ശബ്ദം ക്ഷീണിതമായിരുന്നു. അവനൊന്ന് മൂളി. യുവി, എനിക്ക് നിന്നെ കാണണം ഇപ്പം തന്നെ. യുവയുടെ പുഞ്ചിരി അല്പം കൂടി വലുതായി. ഇപ്പോഴോ? അവൾ കുറച്ച് നിമിഷം മിണ്ടാതിരുന്നു. വരുമോ? വരാം, പക്ഷെ ഇപ്പോഴല്ല. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. ശരിക്കും വരുമോ? വരാം. യുവി, ഇന്ന് എൻ്റെ കൂടെ കിടക്കൂ. എന്താ? യുവയുടെ ശബ്ദത്തിൽ ചെറിയൊരു അത്ഭുതം കലർന്നു. മറുവശത്ത് കുറച്ച് നിമിഷം നിശബ്ദത. പിന്നവി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, യുവി, ഇന്നെനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായതുകൊണ്ടാ. അവൻ്റെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. യുവി, വരുമോ? അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കോൾ അവസാനിപ്പിച്ചു. ഔട്ട് ഹൗസിലെത്തിയതും അർജുനും അഞ്ജനയും ദേവും കൂടി
അടുക്കളയിൽ കാര്യമായ കുക്കിങ്ങിലായിരുന്നു. യുവയെ കണ്ടതും അർജുൻ കയ്യിലെ തവി മേശപ്പുറത്ത് വെച്ച് അവനെ നോക്കി. ആഹാ, നമ്മുടെ കാമുകൻ എത്തിയല്ലോ. യുവ ഒന്നും മിണ്ടാതെ അവരെ നോക്കി. എന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നും പറഞ്ഞ് ഫ്രിഡ്ജ് തുറന്ന് വെള്ളം എടുത്തു കുടിച്ചു. അവയുടെ പനി ഇപ്പോൾ കുറഞ്ഞോ ആവോ? അവന്റെ ചോദ്യം കേട്ടതും യുവയുടെ മുഖത്ത് ഒരു മൃദുത്വം തെളിഞ്ഞു. കുറഞ്ഞിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഓഹോ, അർജുൻ നീട്ടിമൂളി. പേര് കേട്ടപ്പോഴേക്കും മുഖം മാറിയത് ഞങ്ങളെ ശ്രദ്ധിച്ചില്ലെന്ന് കരുതിയോ? അഞ്ജനയും ദേവും പൊട്ടിച്ചിരിച്ചു. യുവ അവരെ നോക്കി കണ്ണുരുട്ടി. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഉണ്ട്, ദേവ് ഉടൻ മറുപടി പറഞ്ഞു. നമ്മുടെ യുവ സാറിന്റെ പ്രണയത്തിന്റെ സത്യാവസ്ഥ കണ്ടെത്തണം. അവി ചേച്ചിയോട് പ്രേമാണെന്ന് സമ്മതിക്കൂന്നേ. യുവ മറുപടി പറയാതെ തിരിഞ്ഞു നടന്നു. കള്ളക്കാമുകൻ. അല്ല, സാറെന്താ മറ്റന്നാള് കാമുകിയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന? കാര്യമായി എന്തേലും കരുതിക്കോ. പിന്നെ നിന്നല്ല, അർജുൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് യുവ അക്കാര്യത്തെപ്പറ്റി ഓർക്കുന്നത്. വേണേൽ ഒരു റിങ് അണിയിച്ച് പ്രപ്പോസ് ചെയ്തേക്ക്. യുവ മറുപടി പറയാതെ മുന്നോട്ട് പോകുമ്പോൾ യുവയുടെ മനസ്സിൽ അർജുൻ പറഞ്ഞ അവസാന വാചകമായിരുന്നു, വേണേ ഒരു റിങ് അണിയിച്ച് പ്രപ്പോസ് ചെയ്തേക്ക്. അത് ഓർത്തത് അവൻ്റെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. രാത്രി പതിയെ ബംഗ്ലാവിനെ നിശബ്ദതയിലേക്ക് കൊണ്ടുപോയി. ഒന്നൊന്നായി ലൈറ്റുകൾ അണഞ്ഞു. വീട്ടിലെ ശബ്ദങ്ങളെല്ലാം നിലച്ചു. യുവ മാത്രം കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു. കണ്ണുകൾ അടച്ചിരുന്നുവെങ്കിലും ഉറക്കം വന്നില്ല. അവളുടെ ശബ്ദം വീണ്ടും വീണ്ടും മനസ്സിൽ കേട്ടു. യുവി, ഇന്ന് എൻ്റെ കൂടെ കിടക്കോ? അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. കുറച്ചു നേരം കൂടി കാത്തിരുന്നു. എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പായത് യുവ പതുക്കെ എഴുന്നേറ്റു. മുറിയുടെ വാതിൽ ശബ്ദമുണ്ടാക്കാതെ തുറന്നു. യുവ ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി. രാത്രിയുടെ ഇരുട്ടിൽ വിക്രമിൻ്റെ ബംഗ്ലാവിൻ്റെ പിൻവശത്തുള്ള മതിലിനരികിലേക്ക് നടന്നു. അവിടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അകത്തേക്ക് കടക്കാനുള്ള ഒരു ചെറിയ വഴി അവന് അറിയാമായിരുന്നു. അന്നത് തൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ ഇന്ന് അവൻ്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു, അവയെ കാണുക. മതിൽ കടന്ന് അകത്തേക്ക് ഇറങ്ങിയതും യുവ ചുറ്റും നോക്കി. വീട്ടിലെ ലൈറ്റുകൾ പലതും അണഞ്ഞിരുന്നു. അവൻ ശബ്ദമുണ്ടാക്കാതെ പിന്നിലെ വാതിലിനരികിലേക്ക് നടന്നു. അവിടെ നിന്ന് മുകളിലെ നിലയിലേക്കുള്ള ജനലിൽ നേർത്ത വെളിച്ചം കാണാമായിരുന്നു. യുവയുടെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു. അവൻ പതുക്കെ വിളിച്ചു. മുകളിലെ ജനലിൻ്റെ കർട്ടൻ അല്പം നീങ്ങി. അവളുടെ മുഖം പുറത്തേക്ക് തെളിഞ്ഞു. അവനെ കണ്ടതും അവയുടെ മുഖത്ത് പനിയുടെ തളർച്ചയ്ക്കിടയിലും ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. യുവയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അവൻ പതുക്കെ മുകളിലേക്ക് നോക്കി. ആ നിമിഷം വിക്രമിനെതിരെയുള്ള കേസ്, തൻ്റെ ദൗത്യം, തെളിവുകൾ എല്ലാം മറന്ന് അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരേ ഒരു കാര്യം മാത്രം, അവളുടെ അരികിലെത്തുക. നീ ഡോർ തുറക്ക്, അവൻ പറഞ്ഞത്. അവി പെട്ടെന്ന് കർട്ടൻ വിട്ട് പിന്നിലേക്ക് മാറി. അവളുടെ മുഖത്ത് ചെറിയൊരു പരിഭ്രമം. യുവ വീണ്ടും ചുറ്റും നോക്കി. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഉറപ്പാക്കിയ ശേഷം അവൻ ജനലിലേക്ക് നോക്കി. ഇങ്ങനെ നോക്കി നിൽക്കാതെ തുറക്ക് പെണ്ണേ. അവി ഒരു നിമിഷം മടിച്ചു നിന്നു. യുവി ആരെങ്കിലും കാണില്ല. അവൻ്റെ ശബ്ദത്തിൽ ഉറപ്പ് കേട്ടതും അവി പതുക്കെ വാതിലിനരികിലേക്ക് നടന്നു. മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. കോറിഡോർ മുഴുവനും നിശബ്ദമായിരുന്നു. അവൾ താഴേക്കിറങ്ങി പിന്നിലെ വാതിൽ തുറക്കാൻ പോകുമ്പോഴേക്കും യുവ മതിലിനരികിലൂടെ വേഗത്തിൽ അവിടെ എത്തിയിരുന്നു. പെട്ടെന്ന് അവളുടെ കൈയും പിടിച്ച് അവൻ അവളുടെ മുറിയുടെ അകത്തേക്ക് കയറി. വാതിലടച്ച ഉടൻ അവൻ്റെ കണ്ണുകൾ അവയിലേക്ക് പതിഞ്ഞു. അവൾ ഇപ്പോഴും പനിയുടെ ക്ഷീണത്തിലായിരുന്നു. മുടിയിഴകൾ അലക്ഷ്യമായി മുഖത്തേക്ക് വീണ് കിടന്നു. നേർത്തൊരു നൈറ്റി ധരിച്ചവൾ അവൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. അവൾ ആ വസ്ത്രത്തിൽ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ പ്രണയത്താൽ തിളങ്ങി. എന്താ ഇങ്ങനെ നോക്കുന്നേ? അവി പതുക്കെ ചോദിച്ചു. ചുണ്ടിൽ വിരിഞ്ഞ ചിരി മറച്ചു പിടിച്ച യുവ മറുപടി പറയാതെ അവളുടെ നെറ്റിയിൽ കൈവച്ചു. ചൂടിപ്പോഴും ഉണ്ടായിരുന്നു. പനി കുറഞ്ഞില്ലേ? അവൻ്റെ ശബ്ദത്തിൽ ആശങ്ക നിറഞ്ഞിരുന്നു. അവി പതുക്കെ തലകുലുക്കി. കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കോർത്ത നിമിഷം അവനെ ഇറുകെ പുണർന്നു. യുവ ഒരു നിമിഷം അവളെ തന്നെ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിച്ചുവെങ്കിൽ അവൾ പിടിവിട്ടില്ല. അവളുടെ വിരലുകൾ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ മുറുകെ പിടിച്ചിരുന്നു. അവളുടെ ശരീരത്തിലെ ചൂട് അവൻ്റെ നെഞ്ചിലേക്ക് പടർന്നപ്പോൾ അവളോടുള്ള സ്നേഹവും കരുതലും അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു. അവിക എന്തായി കാണിക്കുന്നെ? യുവ പതുക്കെ ചോദിച്ചു. യുവി,
എന്നെ അങ്ങനെ വിളിക്കണ്ട, അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്തുകൊണ്ട് പറഞ്ഞു. പിന്നെ പിന്നെന്താ ഞാൻ വിളിക്കണ്ടേ? അവൻ കുറുമ്പോടെ ചോദിച്ചു. അവളുടെ അരയിലൂടെ കൈ ചുറ്റിപ്പിടിച്ചതും അവ ചെറുതായി വിറച്ചു. എനിക്കറിയില്ല, അവൾ പതുക്കെ പറഞ്ഞു. പിന്നെ അവനിൽ നിന്ന് അല്പം അകന്നു നിന്ന് അവൻ്റെ നെഞ്ചിൽ വിരലുകൾ കൊണ്ട് പതുക്കെ വരച്ചുകൊണ്ട് അവനെ നോക്കി. എന്നാ അവിയലെന്ന് വിളിച്ചാലോ? യുവയുടെ കുസൃതിയോടെയുള്ള ചോദ്യം കേട്ടതും അവി കണ്ണുകൾ ചുരുക്കി അവൻ്റെ നെഞ്ചിൽ ഒന്ന് അമർത്തി കടിച്ചു. കടിക്കല്ലേ പെണ്ണേ, യുവ വേദന അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. പോ, എന്നോട് മിണ്ടണ്ട. അവൾ മുഖം തിരിച്ചു. യുവയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവിപ്പെണ്ണേ, അവളുടെ കാതോരം ചേർന്ന് പതുക്കെ വിളിച്ചുകൊണ്ട് അവൻ കാതിനരികിൽ ഒരു ചെറുമുത്തം നൽകി. അവി വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി. പിണങ്ങിയോ? അവളുടെ കാതിൻ തുമ്പിൽ ചെറുതായി തൊട്ടുകൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു. അവളുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ അവൻ്റെ കാലിന് മീതെ കയറി അവൻ്റെ കഴുത്തിൽ കൈകൾ ചുറ്റിപ്പിടിച്ച് അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. എന്താ ഇങ്ങനെ നോക്കുന്നേ? യുവ പതിയെ ചോദിച്ചു. അവി ചെറുതായി പുഞ്ചിരിച്ചു. നിന്റെ കണ്ണുകൾക്കേ വല്ലാത്തൊരു പ്രത്യേകതയാ യുവി. അതിലേക്കൊന്ന് നോക്കിയാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നില്ല. ആ നോട്ടത്തിലെ എന്തോ ഒരു ഹോട്ട്നെസ്സും പ്രണയവും എല്ലാം കൂടി കലർന്നിട്ടുണ്ട്. എനിക്ക് എന്നെ തന്നെ മറന്നു പോകുന്നത് പോലെ. യുവയുടെ ചുണ്ടിൽ കുസൃതി പുഞ്ചിരി വിരിഞ്ഞു. അത്രയ്ക്ക് ഇഷ്ടമാണോ എൻ്റെ കണ്ണുകൾ? അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി പതിയെ പറഞ്ഞു. ഒരുപാട് ഇഷ്ടം. ആ കണ്ണുകളിലൂടെ നീ എന്നെ നോക്കുന്ന ആ രീതിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ നിന്റെ എല്ലാം എനിക്കിഷ്ടം, എല്ലാം. അവളുടെ നേർത്ത ശബ്ദം അവൻ്റെ കാതുകളിൽ ഒരു മന്ത്രം പോലെ അലയടിച്ചു. മുഖമുയർത്തി അവനെ നോക്കി അവളുടെ കണ്ണുകളിൽ പനിയുടെ തളർച്ചയേക്കാൾ തിളങ്ങി നിന്നത് അടങ്ങാത്ത പ്രണയമായിരുന്നു. ആ നോട്ടം തന്നെയായിരുന്നു യുവയുടെ അവസാനത്തെ ചെറുത്തുനിൽപ്പിനെയും തകർത്ത് കളഞ്ഞത്. അവൾ അവൻ്റെ ഷർട്ടിൻ്റെ വിടവിലൂടെ കൈയിട്ടു. അവി പതുക്കെ അവൻ്റെ ഷർട്ടിൻ്റെ വിടവിലൂടെ കൈ അകത്തേക്ക് നീട്ടി. അവളുടെ വിരലുകൾ അവൻ്റെ കഴുത്തിലൂടെ സാവധാനം തഴുകിയിറങ്ങിയപ്പോൾ യുവയുടെ ശ്വാസം ഒരു നിമിഷം മുറിഞ്ഞുപോയി. അവൻ അവളുടെ കയ്യിൽ പതുക്കെ പിടിച്ചു. അവളുടെ ഇരു കൈകളും ചേർത്ത് പിടിച്ച് പിന്നിലേക്ക് കൊണ്ടുവന്ന് അവളെ മുഖം തിരിച്ച് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി. അവൻ്റെ നിശ്വാസം അവളുടെ കാതിൽ തട്ടി. പിന്നെ അവളുടെ കാതോരം ചുണ്ടുകൾ ചേർത്ത് കുസൃതിയും പ്രണയവും കലർന്ന സ്വരത്തിൽ പതുക്കെ ചോദിച്ചു. എൻ്റെ എല്ലാം ഇഷ്ടമാണെന്നോ? അതിന് നീ എൻ്റെ എന്തൊക്കെയാ കണ്ടിട്ടുള്ളത്? അവൻ്റെ ആ ചോദ്യം കേട്ടതും അവയുടെ കവിളുകളിൽ നാണത്തിൻ്റെ ചുവപ്പ് പടർന്നു. വിട് യുവി, കൈ വേദനിക്കുന്നു. അവൾ മറുപടി പറയാതെ ചുണുങ്ങി. ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അവളിൽ നിന്നും മറുപടി ഇല്ലെന്ന് കണ്ടതും ഒരു കൈയാൽ അവളുടെ മുടി വകഞ്ഞു മാറ്റി പിൻകഴുത്തിൽ ചെറുതായി കടിച്ചു. എനിക്ക് നോവുന്നു. അവിക, നീ ദേഷ്യപ്പെടില്ലെങ്കിലേ ഞാനൊരു കാര്യം പറയട്ടെ? എന്താ? എനിക്കും നിൻ്റെയും എല്ലാം ഇഷ്ടം. ആണോ? നാണം മറച്ചു പിടിച്ച് ഗൗരവത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു. ആണേ? ഓ ആയിക്കോട്ടെ. നീ ചോദിക്കുന്നില്ലേ അതിന് നീ എന്താ എന്നെ കണ്ടിട്ടില്ലെന്ന്? ഇല്ലല്ലോ, ചോദിക്കുന്നില്ല. ഒന്ന് ചോദിക്കുന്നേ. ശരി, ഞാൻ ചോദിക്കുന്നു. യുവയുടെ ചുണ്ടിൽ വീണ്ടും ആ കുസൃതി പുഞ്ചിരി തെളിഞ്ഞു. അതിന് മോന് എന്താണ്ട് കണ്ടിട്ടില്ലേ? അവ ചോദിച്ചത് അവൻ്റെ കണ്ണുകളിൽ ഒരു നിമിഷം കുസൃതിയുടെ തിളക്കം നിറഞ്ഞു. ഞാനോ? അവൻ മനഃപൂർവ്വം ചോദ്യം നീട്ടി പറഞ്ഞു. പിന്നെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഞാനേ നിൻ്റെ എല്ലാം കണ്ടിട്ടുണ്ട്. എല്ലാമോ? അവൾ സംശയത്തോടെ അവനെ നോക്കി. എല്ലാം. യുവയുടെ മറുപടിയിലെ കുസൃതി മനസ്സിലായതും അവയുടെ കവിളുകൾ വീണ്ടും ചുവന്നു. അയ്യടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കൈ മടക്കി അവൻ്റെ വയറ്റിൽ ഒരു ചെറിയ കുത്തു കൊടുത്തു. പ്രതീക്ഷിക്കാതെയുള്ള ആടിയിൽ യുവ ഒന്ന് പിന്നിലേക്ക് വീഴ്ചുപോയി. ബാലൻസ് തെറ്റിയതോടെ അടുത്ത നിമിഷം അവൻ ബെഡിലേക്ക് വീണു. അവനെ പിടിക്കാൻ ശ്രമിച്ച അവിയും കൂടെ മുന്നോട്ട് വീണു.